ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തത്സമയ സംപ്രേഷണം. എന്നാൽ SNDP യോഗം വായ്പ നൽകിയതാകട്ടെ 12% പലിശയ്ക്കാണ്. എന്നു മാത്രമല്ല, വ്യാജമായ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് ഈ പണം സ്വകാര്യ ആവശ്യത്തിന് നടേശൻ തട്ടിയെടുത്തിരിക്കുകയാണ്. പേരിന് കേവലം 10% താഴെ ആളുകൾക്കാണ് SNDP യോഗം വായ്പ നൽകിയിട്ടുള്ളത്. ആളുകളുടെ പേരും വ്യാജമായ അഡ്രസ്സും നൽകിയാണ് കോർപ്പറേഷനെ കബളിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് CMD സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD നടത്തിയ പദ്ധതി അവലോകന റിപ്പോർട്ടിൽ SNDP 12% പലിശയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് വായ്പ വിതരണം ചെയ്തിരിക്കുന്നതെന്നും ഈ സ്വയം സഹായ സംഘങ്ങൾക്ക് SNDP യാതൊരു പിന്തുണയും നൽകുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, ഇത് പരിശോധിക്കാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാർക്ക് റെക്കോർഡുകളോ കണക്കുകളോ നൽകിയില്ല, അവരെ തല്ലി ഓടിക്കുകയും ചെയ്തിരിക്കുകയാണ്. 15/12/2010 പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ പിന്നോക്ക വിഭാഗ കോർപ്പറേഷന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 2% പലിശയ്ക്ക് എടുത്ത പണം SNDP 12% പലിശയ്ക്കാണ് ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ്. വായ്പ ദുർവിനിയോഗം ചെയ്തു എന്ന് അക്കൗണ്ടന്റ് ജനറലും CMDയും റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് യാതൊരു നടപടിയും എടുക്കരുതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. യാതൊരു ജാമ്യവുമില്ലാതെയാണ് ഈ വായ്പകളൊക്കെ SNDPക്ക് നൽകിയിരിക്കുന്നത്. 10% ആളുകൾക്ക് വായ്പ വിതരണം ചെയ്തതിന് ശേഷം ബാക്കി മുഴുവൻ തുകയും SNDP യോഗ നേതാക്കൾ സ്വകാര്യ ആവശ്യത്തിന് വിനിയോഗിച്ചിരിക്കുകയാണ്. 1.5 വർഷം കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് പോലും നൽകിയിട്ടില്ല. പല സംഘടനകളുടെയും പേരിൽ വ്യാജമായി രേഖയുണ്ടാക്കിയാണ് വായ്പ എടുത്തതെന്ന് കോർപ്പറേഷന്റെ ജില്ലാ മാനേജർമാർ ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വായ്പ ദുർവിനിയോഗം തെളിഞ്ഞ സാഹചര്യത്തിൽ SNDP യോഗം പിഴ പലിശയോടുകൂടി പണം തിരിച്ച് അടയ്ക്കേണ്ടതാണ്. വായ്പ തട്ടിയത് സംബന്ധിച്ച് ഉപഭോക്താക്കളിൽ പലരും ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് സംബന്ധിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി പിടിച്ചുവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ സ്വകാര്യ ആവശ്യത്തിലേക്ക് തട്ടിയെടുത്തത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നും അതിനായി CBIയെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സർക്കാർ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾക്ക് ഞാൻ മുൻകൈയെടുക്കുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് എനിക്ക് ലഭിച്ച എല്ലാ റെക്കോർഡുകളും നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. കേട്ടില്ല കോളേജുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമനം സംബന്ധിച്ച് ചില ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി അതൊഴികെ ബാക്കി എല്ലാത്തിനും മറുപടി പറയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആക്ഷേപങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ്? അല്ല, അത് എന്ന് മാത്രമല്ല, ഞാൻ അറിഞ്ഞത് അയാൾ എൻ്റെ ആക്ഷേപങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു എന്ന് പറഞ്ഞു എന്നാണ്.
അതേപ്പറ്റി എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ പുച്ഛിച്ചു തള്ളുകയോ എന്നെ ഭള്ളു പറയുകയോ എന്ത് ചെയ്താലും വസ്തുതകൾ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കോളേജിലെ അധ്യാപക നിയമനത്തെ സംബന്ധിച്ചും വിദ്യാർത്ഥി പ്രവേശനത്തെ സംബന്ധിച്ചുമുള്ള എൻ്റെ ആക്ഷേപം ഏറെ പ്രസക്തമാക്കുന്നത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണ് മാസം തോറും 20-40 ലക്ഷമൊക്കെ കോഴ കൊടുത്ത് അധ്യാപകരായി പ്രവേശിച്ചിട്ടുള്ളവരുടെ ശമ്പളം കേരള ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് അതറിയാൻ കേരളത്തിലെ പൗരാവലിക്കാകെ താല്പര്യമുണ്ട്. അവരെല്ലാം അത് അറിയിച്ചേ മതിയാകൂ. അതുകൊണ്ട് എൻ്റെ പ്രസ്താവനയെ പുച്ഛിച്ചു തള്ളുന്നതുകൊണ്ട് മാത്രം ഇത് നിൽക്കുന്നില്ല. ഏതാ? അതെ, ചിരുടെ അഭിപ്രായം നിങ്ങൾ കൊടുത്തേക്കൂ. എൻ്റെ അഭിപ്രായമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ശരി. അതുമെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾക്ക് അതൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണല്ലോ. മിസ്റ്റർ നടേഷ്, നിങ്ങൾ VS-ന്റെ ഈ പ്രസ്താവനയെ സംബന്ധിച്ച് പുച്ഛിച്ച് തള്ളിയല്ലോ. കോളേജിന്റെ നിയമനത്തെ സംബന്ധിച്ചും വിദ്യാർത്ഥി അഡ്മിഷനെ സംബന്ധിച്ചുള്ളതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ? പക്ഷേ ഇത് സർക്കാരിൻ്റെ കാശല്ലേ? പ്രതിമാസം തോറും ശമ്പളമായിട്ട് അധ്യാപകന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് VS അച്യുതാനന്ദൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ അല്ലേ ആക്ഷേപിക്കുന്നത്? ഈ നിയമം കൊണ്ടുവന്നവരാണ് 957 EMS ഗവൺമെന്റാണ്. അതുവരെ മാനേജ്മെന്റുകൾ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നതിനും അധ്യാപകർ പഠിപ്പിക്കുന്നതിന് ശമ്പളം കൊടുത്തതുമെല്ലാം തന്നെ മാനേജ്മെന്റ് ആയിരുന്നു. ആ മാനേജ്മെന്റിൽ നിന്നെടുത്ത് 57 ഗവൺമെന്റ് ആദ്യം 8ാം തരം വരെയുള്ള കുട്ടികൾക്ക് ഫീസ് സൗജന്യവും വിദ്യാഭ്യാസം സാർവത്രികവുമാക്കി. 67 ഗവൺമെന്റ് വന്നപ്പോഴത് 10ാം തരം വരെയുള്ള സ്കൂളുകൾ സൗജന്യമാക്കി. അധ്യാപകർക്കുള്ള ശമ്പളം ട്രഷറിയിൽ നിന്ന് കൊടുക്കുകയാണ് അധ്യാപകർക്ക്. അപ്പോഴാ നിലയിലുള്ളത് നടപ്പിലാക്കിയത് ഇപ്പോഴും തുടരുകയാണ്. അപ്പോ ഇതിൻ്റെ എല്ലാം തന്നെ ഗവൺമെന്റിന്റെ പണമാണ് ഈ തരത്തിൽ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഓരോ പൗരനും എവിടെ പണം, എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കുനിഞ്ഞു നിന്നതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. വെറുതെ പുച്ഛിച്ച് തള്ളുന്നു എന്ന് മാത്രം പത്രക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ട് തടി രക്ഷിക്കാനൊക്കില്ല. ഞാനിപ്പോ അതല്ലേ നിങ്ങളോട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, വായിച്ചില്ലേ? അത് ഇതെ സംബന്ധിച്ച് അന്വേഷണത്തിന് നടപടിയെടുത്തില്ലെങ്കിൽ ഞാൻ അന്വേഷണത്തിന് മുൻകൈയെടുത്ത് നടപടി സ്വീകരിക്കും. CBI-യെ ഇതിൽ നിങ്ങൾ ഗവൺമെന്റ് ചുമതലപ്പെടുത്തണം. പറഞ്ഞത് വായിച്ചത് കേട്ടില്ലേ?
അതെല്ലാം അദ്ദേഹത്തോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സീതാറാം യെച്ചൂരിയൊക്കെ പറയുന്നതിനൊക്കെല്ലാം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവരോട് നിങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോൾ കേരളത്തിൽ വരുമ്പോൾ നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ എന്നെ ഭള്ളു പറയുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കണക്ക് ഞാൻ ചോദിച്ചതിന് എന്നെ എന്ത് വേറെയും ഭള്ളു പറഞ്ഞു. വെയ്ക്ക് കണക്ക് വെയ്ക്ക് എന്നാണ്. നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ? നിങ്ങൾ പത്രക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് അതിനോട് യോജിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ, ആരെ കാണുമ്പോൾ? വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ VS അധ്യാപക നിയമനത്തെ സംബന്ധിച്ചും കുട്ടികളുടെ അഡ്മിഷനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അത് വായിച്ച് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ്. അപ്പോഴ് VS പിന്നീട് എന്ത് ചെയ്തു? ഇതാ നിങ്ങൾ കാട്ടിയ മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ചും പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ അതിനും നിങ്ങൾ ഉത്തരം പറയണ്ടേ? എന്താണ് ഇതേപ്പറ്റിയല്ല നിങ്ങൾ പറയുന്നത്? ന്യായസ്ഥനാണല്ലോ നിങ്ങൾ. ഇപ്പൊ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. അതിന്റെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കൂ എന്നുള്ള കാര്യം നിങ്ങൾ പത്രക്കാർ അദ്ദേഹത്തെ കാണുമ്പോഴോ നിങ്ങളുടെ കൂട്ടുകാർ ചേർത്തലയുണ്ടല്ലോ അവരെ കൊണ്ട് ചോദിപ്പിക്കുകയോ ചെയ്യുമോ എന്നാണ് എനിക്കറിയേണ്ടത്. വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തം VS അച്യുതാനന്ദന്റെ വാർത്താ സമ്മേളനത്തിന്റെ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേട്ടത്. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് VS ഇത്തവണ രംഗത്തെത്തിയത്. കൂടുതൽ ശക്തമായ ആരോപണങ്ങൾ. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ കോടികളാണ് വെട്ടിച്ചതെന്നും VS അച്യുതാനന്ദൻ ആരോപിച്ചു. ഒപ്പം 2% പലിശയ്ക്ക് ലഭിച്ച വായ്പകൾ 12% പലിശയ്ക്കാണ് ഉപഭോക്താക്കളായ പാവപ്പെട്ട അംഗങ്ങൾക്ക് നൽകിയതെന്നും VS അച്യുതാനന്ദൻ ആരോപിക്കുന്നു. ഇതൊക്കെ എവിടെ പോയെന്നും ഇതിനെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുള്ള തെളിവുകളും മറ്റും നിരത്താൻ വെള്ളാപ്പള്ളി നടേശൻ ബാധ്യസ്ഥനാണെന്നും VS അച്യുതാനന്ദൻ ആരോപിച്ചു. കൂടുതൽ ശക്തവും രൂക്ഷവുമായ ആരോപണങ്ങളുമായിട്ടാണ് VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തെത്തിയത്.